ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില വിപിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ ജെനറ്റിക്സ് ഒരു കേറ്റഡ് എക്സാമിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ളതാണെന്ന് നമുക്കറിയാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത് കമ്പൽസറി ആയിട്ട് ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു പോർഷൻ എന്ന് പറയുന്നത് അത് ജെനറ്റിക്സ് ആണ്. എങ്ങനെ പോയാലും 3-4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു പോർഷനുമാണ്. പക്ഷെ ഇത്ര പോർഷൻസേ നമുക്ക് പഠിക്കാനുള്ളൂ, വളരെ കുറച്ച് പോർഷൻസേ നമുക്ക് പഠിക്കാനുള്ളൂ. എന്നാലും എപ്പോഴും കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ് പഠിച്ചാൽ അത് മറന്നു പോകുന്നു എന്നുള്ളത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നന്നായിട്ട് പഠിക്കാൻ പറ്റുക, എങ്ങനെ ജെനറ്റിക്സ് ഓർത്തിരുന്ന് പഠിക്കാൻ പറ്റുക? ആദ്യം വേണ്ടത് ജെനറ്റിക്സ് ഭയങ്കര ടഫാണ് എന്നുള്ള കാര്യം എടുത്തു കളയുക എന്നുള്ളതാണ്. ജെനറ്റിക്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ എപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ജെനറ്റിക്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടുകൂടി പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് വേണം നമ്മൾ ശ്രമിക്കാൻ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ആ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഇഷ്ടപ്പെട്ട് പഠിച്ചു നോക്കൂ, അപ്പോൾ നിങ്ങളത് മറക്കുകയില്ല. കേട്ടിട്ട് നാച്ചുറൽ സയൻസ് മാത്രമല്ല, കേട്ടിട്ട് എക്സാമിൻ്റെ എല്ലാ കോഴ്സുകളും സിസിയിലെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു HSC എക്സാം എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? കേട്ടിട്ട് എക്സാം എഴുതി പാസ്സായേ മതിയാവും. ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന കേട്ടറ്റ് എക്സാം എന്ന് പറയുന്നത് HSCക്ക് തൊട്ട് മുമ്പുള്ള അവസാനത്തെ എക്സാം ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ എക്സാം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ എന്താണ് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്? അപ്പോൾ അത് മെൻഡലിൻ്റെ ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധമില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മൾ മെൻഡലിൻ്റെ 3 ലോസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ലോ ഓഫ് ഡോമിനൻസ്, അസോർട്ട്മെന്റ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, ദെൻ ലോ ഓഫ് സെഗ്രിഗേഷൻ. ഈ 3 ലോയും വെച്ച് വരുന്ന പ്രോസൊക്കെയാണ് നമ്മൾ മെൻഡലിൻ ഇൻഹെറിറ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ മെൻഡലിൻ്റെ ഇൻഹെറിറ്റൻസുമായിട്ട്, ഇല്ലെങ്കിൽ മെൻഡൽ പറഞ്ഞു വെച്ച കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് എക്സെപ്ഷൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എപ്പോഴും പഠിക്കാനുണ്ടാവും. അതിലൊന്നാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്? ഇൻകംപ്ലീറ്റ് എന്നുള്ള പേരിനകത്തുണ്ട് കംപ്ലീറ്റ് അല്ലാത്ത ഡോമിനൻസ്. എന്താണ് ഡോമിനൻസ് എന്ന് നമുക്കറിയാം അല്ലെ. എന്താ ഡോമിനൻസ് എന്ന് വെച്ചാൽ 2 ട്രേറ്റ്സ് അല്ലെങ്കിൽ ഒരു ട്രേറ്റിന്റെ, ഒരു ക്യാരക്ടറിന്റെ 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് അല്ലെ. ഇപ്പൊ ട്രേറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് ആണ് നമ്മുടെ ട്രേറ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ് ആണ് നമ്മുടെ ട്രേറ്റ് ഓർ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇതിന്റെ 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം ആവാം? ടോളും ആവാം, ഷോർട്ടും ആവാം. ഇതാണ് ഇതിന്റെ 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ടോളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ക്യാപിറ്റൽ ടി എന്നും, ഷോർട്ടിനെ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് വെച്ചിട്ടാണ്. ഇനി ഇവ തമ്മിൽ ഒരു ക്രോസ് നടക്കും. ആ ക്രോസ് വഴി ഉണ്ടാകുന്ന ഫസ്റ്റ് ജനറേഷൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലെ. ഇതെന്തേ ആവാൻ പാടുള്ളൂ? ടോൾ ആകാനേ പാടുള്ളൂ. ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന, ഇല്ലെങ്കിൽ ഇതൊരു ഹെട്രോസൈഗസ് കണ്ടീഷനാണ്. ആ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഈ സ്മോൾ ക്യാപിറ്റൽ ടി എന്നില്ലെങ്കിൽ അതിന്റെ ജീനോടൈപ്പിനെ സൂചിപ്പിക്കും. ടോൾ എന്ന് പറയുന്നതിന് ജീനോടൈപ്പിനെ സൂചിപ്പിക്കുന്ന ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അതെന്തേ ആവാൻ പാടുള്ളൂ? ടോൾ ആകാനേ പാടുള്ളൂ. അതൊരു ഹോമോസൈഗസ് കണ്ടീഷൻ ആയാലും ഹെട്രോസൈഗസ് കണ്ടീഷൻ ആയാലും ജീനോടൈപ്പ്, അതായത് ടോൾ എന്ന് പറയുന്ന ഡോമിനന്റ് ക്യാരക്ടറിനെ സൂചിപ്പിക്കുന്നത് ഏത് വരുന്നോ അതാണ് ഇവിടുത്തെ ഡോമിനേറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത്. അതാണ് ആര് പറഞ്ഞത്? അതായത് 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് തമ്മിൽ പെയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം? അതൊരു ഹെട്രോസൈഗസ് കണ്ടീഷൻ വന്നാലും ആ ഡോമിനന്റ് ക്യാരക്ടറായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നതിന്റെ ജീനോടൈപ്പ് ഉണ്ടെങ്കിൽ അതെന്തിനെ സൂചിപ്പിക്കാൻ പറ്റും? ആ ക്യാരക്ടറെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഡോമിനേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ലോ ഓഫ് ഡോമിനൻസ് പറയുന്നത് അല്ലെ. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് വെച്ച് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയേക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതൊരു നോൺ മെൻഡലിൻ ഇൻഹെറിറ്റൻസുമായിട്ട് ഈ റോളുമായിട്ട്, അല്ലെങ്കിൽ ഈ ഇദ്ദേഹത്തിന്റെ മെൻഡലിന്റെ ലോ ഓഫ് ഡോമിനൻസുമായിട്ട് യാതൊരു ബന്ധവും എന്തിനില്ല? ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനില്ല അല്ലെ. എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് നോക്കിയേക്കാം. 2 ട്രേറ്റ്സ് തമ്മിൽ, ഒരു ക്യാരക്ടറിന്റെ 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് തമ്മിൽ എന്ത് ചെയ്യുന്നു? ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്ന അറിയാമോ? ഈ 2 ക്രോസുകളും തമ്മിൽ എന്ത് ചെയ്യും? ബ്ലെൻഡ് ചെയ്തിട്ട് ആദ്യം ഉണ്ടായിരുന്ന ആ പേരന്റൽ ജീൻസോ അല്ലെങ്കിൽ പേരന്റൽ ഫീനോടൈപ്പ് ഒന്നും എക്സ്പ്രസ് ചെയ്യാതെ എന്ത് ചെയ്യാം? പുതിയൊരു ഫീനോടൈപ്പ് എന്ത് ചെയ്യപ്പെടും? എക്സ്പ്രസ് ചെയ്യപ്പെടുകയാണ് എങ്കിൽ ആ ലോ ഓഫ് അല്ലെങ്കിൽ ആ ഡോമിനൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടറിന്റെ
ഒരു കളർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ആ ക്യാരക്ടറിന്റെ രണ്ട് കോൺട്രാസ്റ്റിങ്, അത് ചിലപ്പോൾ ഒരു വൈറ്റ് ആകും അല്ലെങ്കിൽ ഒരു റെഡ് ആകും. ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഒരുപോലെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഇത് ഹോമോസൈഗസ് കണ്ടീഷനിൽ വന്നാൽ മാത്രമേ ആ പേരന്റ് ജനറേഷനിലുള്ള ക്യാരക്ടർ ഫിനോടൈപ്പ് എക്സ്പ്രസ് ചെയ്യാൻ പാടുള്ളൂ. ഇവര് ഹെട്രോസൈഗസ് കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പേരന്റൽ ഡോമിനന്റ് ആയിട്ടുള്ള ജീൻ ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാനേ പാടുള്ളൂ? ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ വേറൊരു കളറായിരിക്കും എക്സ്പ്രസ് ചെയ്യുക. എന്ന് വെച്ചാൽ എന്താ? രണ്ട് ജീൻസും രണ്ട് പേരന്റൽ ക്യാരക്ടേഴ്സോ എന്ത് ചെയ്യില്ല? എക്സ്പ്രസ് ചെയ്യില്ല. പകരം അവർ രണ്ടുപേരുടെയും ജീൻസിന്റെ ഒരു മിക്സിങ് ആയിരിക്കും എന്ത് ചെയ്യുക? അല്ലെങ്കിൽ അവർ രണ്ട് ജീൻസ് ബ്ലെൻഡ് ചെയ്ത് അതിന് പകരം എന്നിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫോമായിരിക്കും, ഇല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ട്രേറ്റ് ആയിരിക്കും നമുക്ക് എന്തായിട്ട് കിട്ടുക? ആ F1ന്റെ പ്രോജനി ആയിട്ട് കിട്ടുക, അല്ലെങ്കിൽ F1ന്റെ ഫിനോടൈപ്പ് ആയിട്ട് നമുക്ക് കിട്ടുക. അത് പറയുന്ന ട്രേറ്റിനെ നമ്മൾ എന്ന് വിളിക്കും? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് വിളിക്കും. ഇൻകംപ്ലീറ്റ് രണ്ട് പേരന്റൽ ജീൻസും അല്ലെങ്കിൽ രണ്ട് പേരന്റ് ക്യാരക്ടേഴ്സോ എന്ത് ചെയ്യില്ല? എക്സ്പ്രസ് ചെയ്യില്ല. പകരം എന്ത് ചെയ്യും? അവ രണ്ട് ക്യാരക്ടേഴ്സും എന്ത് ചെയ്യും? ഒന്ന് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ബ്ലെൻഡിങ് ഫോമിലുള്ള ഫിനോടൈപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെ വരുന്ന ഡോമിനൻസിനെ നമ്മൾ എന്ന് വിളിക്കുക? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് വിളിക്കുക. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് നൈദർ ദി അലീൽ ഈസ് ഡാഡിം. ഇവിടെ രണ്ട് അലീൽസ് ഉണ്ട്, ഇപ്പൊ ടോൾ ഉണ്ട് ഷോർട്ടും ഉണ്ടെന്ന് വിചാരിക്കുക. ഈ രണ്ട് അലീൽസും എന്ത് ചെയ്യില്ല? എക്സ്പ്രസ് ചെയ്യില്ല. പകരം ഇവരൊരു ഹോമോസൈഗസ് കണ്ടീഷൻ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? എന്താ ഹോമോസൈഗസ് കണ്ടീഷൻ എന്ന് വെച്ചാൽ സെയിം അലീൽസ് ആണെങ്കിൽ, ക്യാപിറ്റൽ ടി ആണെങ്കിൽ അത് സെയിം അലീലാണ്, അതാണ് ഹോമോസൈഗസ് കണ്ടീഷൻ. ഇവരുടെ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷൻ വന്നാൽ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? നമുക്ക് വരേണ്ട എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ടോളായിരുന്നു, പക്ഷെ അങ്ങനെയല്ല വരിക. ടോളും ഷോർട്ട് ചേർന്നിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ഹൈറ്റ് ഉള്ള ഒരു വെറൈറ്റിനെ ആയിരിക്കും നമുക്ക് കിട്ടുക. അത് അങ്ങനെ വരുന്ന ആ ഡോമിനൻസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് വെച്ചാൽ. ഇവിടെ നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് നമുക്ക് എക്സാമ്പിൾസും പഠിച്ചിരിക്കണം. രണ്ട് എക്സാമ്പിൾസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സ്നാപ് ഡ്രാഗൺ എന്ന് വിളിക്കും. ഒന്നാമത്തത് സ്നാപ് ഡ്രാഗൺ ആണ്. രണ്ടാമത്തത് മിറാബിലസ് ജലാപ്പ. മിറാബിലസ് ജലാപ്പയും സ്നാപ് ഡ്രാഗണുമാണ് എക്സാമ്പിൾ. ഇവിടെ നമുക്ക് മിറാബിലസ് ജാൽപ്പ ഒന്ന് നോക്കിയേക്കാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അല്ലെ. ഇതിനകത്ത് രണ്ട് ഫ്ലവേഴ്സ്, ഒരു റെഡ് ഫ്ലവറും ഒരു വൈറ്റ് ഫ്ലവറും, അങ്ങനെ രണ്ട് ഫ്ലവേഴ്സ് ഉണ്ട്. ഈ രണ്ട് ഫ്ലവേഴ്സും തമ്മിൽ എന്ത് ചെയ്തു? ക്രോസ് ഫെർട്ടിലൈസ് ചെയ്തു. നമുക്ക് നോക്കിയേക്കാം ക്രോസ് ഫെർട്ടിലൈസേഷൻ എങ്ങനെയാന്ന്. ക്യാപിറ്റൽ ആർ അവിടെ കൊടുത്തേക്കുന്നത് WW എന്നാണ്. നമുക്ക് എന്തായാലും സാരമില്ല, നമുക്ക് വൈറ്റിന് ഇങ്ങനെ എടുക്കാം. ഇത് റെഡും ഇത് ഏതുമാണ്? വൈറ്റുമാണ്. റെഡും വൈറ്റുമാണ്. ഇവിടെ നിന്ന് ഫോം ചെയ്യാൻ സാധ്യതയുള്ള ഗ്യാമേറ്റ്സ്. ഇത് ഹോമോസൈഗസ് ആയതുകൊണ്ട് എത്ര ഗ്യാമേറ്റ്സ് മാത്രമേ ഫോം ചെയ്യൂ? ഒരു ഗ്യാമേറ്റ് മാത്രമേ ഫോം ചെയ്യൂ. ഇവ രണ്ടും കൂടെ ക്രോസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? റെഡാണ്. നമുക്ക് ഒരു മെന്റലിന്റെ ലോ വെച്ച് നമുക്ക് കിട്ടുന്നത് റെഡാണ് അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് റെഡ് അല്ല കിട്ടുക, പകരം എന്ത് കിട്ടും? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് അവിടെ നടക്കുന്നതെങ്കിൽ റെഡ് കളറിന് പകരം ഏത് കളറായിരിക്കും ഉണ്ടാവുക? ഒരു പിങ്ക് കളറായിരിക്കും ഉണ്ടാവുക. ഇനി എന്ത് ചെയ്തു? ഇതിന് നമ്മൾ ഒന്നും കൂടെ ക്രോസ് ഫെർട്ടിലൈസ് ചെയ്യാൻ പോവാം. എന്ത് ചെയ്യാൻ പോവാണ്? ക്രോസ് ഫെർട്ടിലൈസേഷൻ നടത്താൻ പോവാണ്. ഇതിനെ ഇതുകൊണ്ട് തന്നെ ഇത് സെൽഫ് ഫെർട്ടിലൈസേഷനോ ക്രോസ് ഫെർട്ടിലൈസേഷനോ നമ്മൾ നടത്താൻ പോവാം. ഇനി എന്ത് ചെയ്യും? ഇവിടെ നിന്ന് എത്ര ഗ്യാമേറ്റ് ഫോം ചെയ്യും? ഇതൊരു ഹെട്രോസൈഗസ് കണ്ടീഷൻ ആയതുകൊണ്ട് ഇവിടെ നിന്ന് രണ്ട് ഗ്യാമേറ്റ്സ് ഫോം ചെയ്യും. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇവിടെ നിന്ന് ഫോം ചെയ്യുന്ന, വേണമെങ്കിൽ നമുക്ക് ചെക്കർ ബോർഡ് വരച്ച് ചെയ്യാം. ചെക്കർ ബോർഡ് വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇവിടെ നിന്ന് ഫോം ചെയ്യുന്നത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതാണ് നമുക്ക് കിട്ടുന്ന റേഷ്യോ. ഇവിടെ നമുക്ക് കിട്ടിയതുപോലെ തന്നെ ഇവിടെ എത്ര കിട്ടും? ഇവിടെ ഒരു പിങ്ക്, ഇവിടെ മറ്റൊരു പിങ്ക്, ഇവിടെ റെഡ്, ഇവിടെ വൈറ്റ്. നമുക്ക് എത്ര റേഷ്യോ കിട്ടിയത്? 1:2:1 അല്ലെ. 1:2:1 ആണ്. ലോ ഓഫ് ഡോമിനൻസ് അനുസരിച്ച് നമുക്ക് എത്രയായിരുന്നു ഫീനോട്ടിപ്പിക് റേഷ്യോ കിട്ടേണ്ടത്? ഒരു ലോ ഓഫ് ഡോമിനൻസ് അനുസരിച്ച് ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലെ. മെന്റൽ പറഞ്ഞ അനുസരിച്ചാണ് 3:1 ആണ് കിട്ടേണ്ടത്. പക്ഷേ ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയത്? 1:2:1 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ കൂടി ഒന്ന് നോക്കിയേക്കാം. ജീനോട്ടിപ്പിക് റേഷ്യോ കൂടെ നോക്കാം. ഇതിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് 1, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുന്നത് 2,
സ്മോൾ ആർ എന്ന് പറയുന്നത് 2. അപ്പൊ നമുക്കറിയാം ഈ രണ്ട് റേഷ്യോസും അല്ലെ, ഫീനോട്ടിപ്പിക് റേഷ്യോയോ അതുപോലെ തന്നെ ജീനോട്ടിക് റേഷ്യോയും എങ്ങനെയാണ്? സെയിം ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫീനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോയും ഈക്വൽ ആയിട്ടുള്ള ഒരു ക്രോസ്, അത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് മനസ്സിലായോ? രണ്ട് കോൺട്രാസ്റ്റിംഗ് പെയേഴ്സ് തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ രണ്ട് ക്യാരക്ടേഴ്സും ഡോമിനേറ്റ് ചെയ്യാതെ അവർ രണ്ടുപേരും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് മൂന്നാമതൊരു ക്യാരക്ടേഴ്സ് ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ, അതിന്റെ ഫീനോടൈപ്പ് മൂന്നാമത്തെ ഒരു ക്യാരക്ടേഴ്സ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ക്ലോസിനെയാണ് നമ്മളൊന്ന് വിളിക്കാം ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയാം. ഇതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതെല്ലാം നമ്മൾ പറഞ്ഞു? ഏതെല്ലാമായിരുന്നു? സ്നാപ് ഡ്രാഗണോ, രണ്ടാമത്തേത് മിറാബിലസ് ജലാപ്പയുമാണ്. ഇതിനകത്ത് നമ്മളൊരു ഇവിടെ തന്നിരിക്കുന്ന ക്രോസ് അനുസരിച്ച് ഇവയെല്ലാം ഹെട്രോസൈഗസ് കണ്ടീഷനിലാണ് തന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഹെട്രോസൈഗസ് കണ്ടീഷനെല്ലാം ഏത് ഫ്ലവർ വന്നത്? പിങ്ക് വന്നത്. പിങ്ക് മാത്രമല്ല നമുക്ക് വരിക, പക്ഷെ ഏതൊരു ഹെട്രോസൈഗസ് കണ്ടീഷൻ ആയാലും എന്ത് വരില്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇത് ഇവിടെ കാണിച്ചിരിക്കുന്ന ക്യാപിറ്റൽ ആർ ഡബ്ല്യു ആണ് ഇവിടെ തന്നിരിക്കുന്നത് എല്ലാം. ഇതെല്ലാം ഹെട്രോസൈഗസ് കണ്ടീഷനിലാണ് എക്സ്പ്രസ് ചെയ്തത്. അപ്പോൾ ഓർത്തിരുന്നോളൂ, രണ്ട് ഫ്ലവേഴ്സ് തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് തമ്മിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് മൂന്നാമതൊരു ക്യാരക്ടറാണ് ഫിനോടൈപ്പായിട്ട് എക്സ്പ്രസ് ചെയ്യുകയെങ്കിൽ അത്തരത്തിലുള്ള ഡോമിനൻസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഈ കാര്യങ്ങൾ ഓർത്തിരുന്നോണം. അതിൻ്റെ ഫിനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നതും ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നതും രണ്ടും സെയിം ആണ്. 1:2:1. ഏതൊരു ഡോമിനൻസിൽ ഏതൊരു ക്രോസിനാണ് ഈ രണ്ട് റേഷ്യോസും ഈക്വൽ ആകുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഏത് ക്രോസിനാണ്? ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനാണ് അങ്ങനെ ഒരു റേഷ്യോ ഈക്വൽ ആയിട്ട് ഉണ്ടാവുക. ഇനി അടുത്തത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പോലെ തന്നെ വരുന്ന ഒരു നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ആണ് ഏതെന്ന് പറയുന്നത്? കോ ഡോമിനൻസ് എന്ന് പറയുന്നത്. കോ എന്ന് വെച്ചാൽ ടുഗദർ എന്നാണ് അല്ലെ. രണ്ട് ട്രേറ്റ് ഒരുപോലെ വരുമ്പോൾ എന്ത് ചെയ്യും? അത് രണ്ടുപേരും ഹൈഡ് ചെയ്യപ്പെടുകയോ രണ്ടുപേരും ഡോമിനേറ്റ് ചെയ്യുകയോ ചെയ്യില്ല. പകരം എന്ത് ചെയ്യും? രണ്ടുപേരും ഒരുപോലെ എന്ത് ചെയ്യപ്പെടും? ഡോമിനേറ്റ് ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ക്രോസിനെയാണ് നമ്മൾ എന്ന് വിളിക്കാം കോ ഡോമിനൻസ് എന്ന് വിളിക്കാം. അങ്ങനെയുള്ള ഇൻഹെറിറ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് കോ ഡോമിനൻസ് എന്ന് പറയുന്നത്. അതായത് ഓഫ്സ്പ്രിങ്സിന്റെ രണ്ട് ട്രേറ്റ്സ് ഒന്നിച്ചു വന്ന് നമുക്കൊരു ഹോമോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷൻ കിട്ടിയാലും ഹെട്രോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷൻ കിട്ടിയാലും എന്ത് ചെയ്യും? ഹെട്രോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷൻ കിട്ടിയാലും ഇവ രണ്ട് കണ്ടീഷൻസും അല്ലെങ്കിൽ രണ്ട് ഫീനോടൈപ്പും പേരൻസിന്റെ രണ്ട് ഫീനോടൈപ്പും എന്ത് ചെയ്യപ്പെടും? ഒരുപോലെ എക്സ്പ്രസ്ഡ് ആകുകയാണെങ്കിൽ അത്തരത്തിൽ വരുന്ന ഇൻഹെറിറ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കോ ഡോമിനൻസ് എന്ന് പറയാം. ഇവിടെ ഒരു ബ്ലെൻഡിങ് ഒന്നുമല്ല, ഇവിടെ ബ്ലെൻഡിങ് ഒന്നും നടക്കുന്നില്ല. പകരം എന്ത് ചെയ്യും? അവരെങ്ങനെയാണോ ഉണ്ടായിരുന്നു വെച്ചത് അവരങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടറാണ്. ബോത്ത് ഡോമിനന്റ് ആൻഡ് റെസിസ്റ്റീവ് ക്യാരക്ടേഴ്സ് ആർ ഈക്വലി എക്സ്പ്രസ്ഡ്. രണ്ടുപേരും ഒരുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യപ്പെടും. അങ്ങനെയാണ് നമ്മളതെന്ന് വിളിക്കുക കോ ഡോമിനൻസ് എന്ന് നമ്മൾ പറയാം. പല എക്സാമ്പിൾസ് ഉണ്ട്. ഒന്നാമത്തത് ബ്ലഡ് കളറിങ് ഹ്യൂമൻ ബീങ്സ് ആണ്. അതാണ് ഏറ്റവും നല്ല എക്സാമ്പിൾസ്. ABO ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഏറ്റവും നല്ല എക്സാമ്പിൾസ് കോ ഡോമിനൻസിന്. ദെൻ സിക്കിൾ സെൽ അനീമിയ ഉണ്ട്, കോട്ട് കളറിങ് ഡോഗ്സ് ഉണ്ട്, കാറ്റിൽ ആൻഡ് ഹോഴ്സ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് നോക്കിയേക്കാം കോ ഡോമിനൻസിന്റെ എക്സാമ്പിൾസ്. ഒന്നാമത്തത് ചെക്ക് ബോർഡ് ചിക്കൻസ് ആണ്. ചെക്ക് ബോർഡ് ചിക്കൻസ് ഫോം ചെയ്യുന്നത് ആരിൽ നിന്നെല്ലാമാണ്? ഒരു ബ്ലാക്കിൽ നിന്നോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേരൻസിൽ നിന്നുമാണ് ആര് ഫോം ചെയ്യുന്നത്? ഈ ചെക്കർ ബോർഡ്. ഇവിടെ ഈ ചെക്കർ ബോർഡ് എന്ന് വെച്ചാൽ ഇവിടെ ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. അവരുടെ ഫിനോടൈപ്പ് എന്ന് പറയുന്നത് ബ്ലാക്കും വൈറ്റും കൂടിയാണ്. ഒന്നിടവിട്ട് ബ്ലാക്കും വൈറ്റും സ്ട്രൈപ്സ് വരുന്ന കോഴിക്കുഞ്ഞുങ്ങളുണ്ടാകും. അതിനർത്ഥം എന്താ? ഈ അച്ഛൻ്റെ ബോഡിയിൽ നിന്നുള്ള ബ്ലാക്കിന്റെ ജീൻസോ അമ്മയുടെ ബോഡിയിൽ നിന്നുള്ള വൈറ്റിന്റെ ജീൻസും ഒരുപോലെ എന്ത് ചെയ്തു? F1 പ്രൊജനിയിൽ എക്സ്പ്രസ് ചെയ്തു. അതിന് എക്സാമ്പിൾ ആണ് എന്ത്? ചെക്കേഡ് ചിക്കൻസ് എന്ന് പറയുന്നത് അതിനൊരു എക്സാമ്പിൾസ് ആണ്. അടുത്ത നോക്കിക്കേ, ബ്ലഡ് ഗ്രൂപ്പ് അതിന്റെ ജീനോടൈപ്പ്. നമുക്കറിയാം ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏത് ജീനാ? I എന്ന് പറയുന്ന ജീനാണ് എന്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇതിന് 3 അലീൽസ് ഉണ്ട് അല്ലെ. ഇതിന് പ്രധാനമായിട്ട് 3 അലീൽസ് ആണുള്ളത്. IA എന്ന് പറയുന്ന അലീൽസ്, IB എന്ന് പറയുന്ന അലീൽസ്, I0 എന്ന് പറയുന്ന 3 അലീൽസ്. ഇങ്ങനെ 3 അലീൽസ് ആണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിനെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഉള്ളത്. ഇതിനകത്ത് A എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന് 2 ജീനോടൈപ്പ് വരും. I എന്നും വരും. IA എന്ന് പറഞ്ഞാലും 2 വന്നു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്? ബ്ലഡ് ഗ്രൂപ്പ്
എ ആണ്. അതുപോലെ തന്നെ ബിയും. ബിക്ക് വന്നു കഴിഞ്ഞാൽ എന്താ IBI എന്ന് വന്നു കഴിഞ്ഞാൽ ബി ആണ്. IBIB എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഹോമോസൈഗസ് കണ്ടീഷനിൽ വന്നാലും ഹെട്രോസൈഗസ് കണ്ടീഷനിൽ വന്നാലും എല്ലാം ബി എന്ന് പറയുന്ന ഗ്രൂപ്പിനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഇനി AB നോക്കിക്കേ. AB എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് അച്ഛൻ ആയിരിക്കാം ചിലപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് എ, അമ്മ ബിയുമായിരിക്കാം. അപ്പോൾ രണ്ടുപേരിൽ നിന്ന് വരുമ്പോഴത്തേക്കും ലോ ഓഫ് ഡോമിനൻസ് അനുസരിച്ച് മെന്റൽ പറഞ്ഞത് ഇതിനകത്ത് ആരെങ്കിലും ഒരാളുടെ മാത്രമേ എന്ത് ചെയ്യപ്പെടുകയുള്ളൂ, ഡോമിനേറ്റ് ചെയ്യപ്പെടുള്ളൂ. അടുത്ത ആൾ എന്ത് ചെയ്യും, അത് റിസസീവ് ആക്കി മാറ്റുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത് അല്ലെ. പക്ഷേ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ രണ്ട് സർഫസ് ആന്റിജനെയും എയും ബിയും എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, സർഫസ് ആന്റിജനാണ്. RBCയുടെ സർഫസിൽ കാണപ്പെടുന്ന ആന്റിജനാണ്. ആ ആന്റിജന്റെ പ്രസൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ഓരോ ബ്ലഡ് ഗ്രൂപ്പിനും പേര് നൽകുക. RBCയുടെ സർഫസിൽ എ ആണ് ആന്റിജൻ കാണപ്പെടുന്നതെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് എ ആയിരിക്കും. ബി ആണ് കാണപ്പെടുന്നതെങ്കിൽ ബി ആയിരിക്കും. AB ആണ് കാണപ്പെടുന്നത് AB ആയിരിക്കും. ആ AB എന്ന് പറയുന്നത് സർഫസ് ആന്റിജനിൽ വരാൻ എന്താ കാരണം, അത് ഇൻഹെർട്ട് ചെയ്ത് വന്നതുകൊണ്ടാണ്. ഏത് രീതിയിൽ ഇൻഹെർട്ട് ചെയ്ത് വന്നതുകൊണ്ടാണ് രണ്ടും ഒരുപോലെ കാണപ്പെടാൻ കാരണം, കോഡോമിനൻസ് വഴി ഇൻഹെർട്ട് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് അല്ലെ. IAIB എന്ന് പറയുന്ന ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ലോ ഓഫ് ഡോമിനൻസ് അനുസരിച്ചാണെങ്കിൽ എന്ത് മാത്രമേ വരാൻ പാടുള്ളൂ, ഒന്നെങ്കിൽ എ വരാം അല്ലെങ്കിൽ ബി വരാം അല്ലെ. പക്ഷെ അങ്ങനെയാണോ വരിക, അങ്ങനെയല്ല വരിക. RBC സർഫസിനകത്ത് ഇവ രണ്ടും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അവ രണ്ടും കൂടി ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുക. അങ്ങനെ ഏത് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാകും, AB എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാകും. ഓയ്ക്ക് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല. ദർ ഇസ് നോ ആന്റിജൻ അല്ലെ, ആന്റിജൻ ഇല്ല. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന്റെ ജീനോടൈപ്പ്. ചില ബ്ലഡ് ഗ്രൂപ്പിന്റെ ജീനോടൈപ്പ് വെച്ച് നിങ്ങളോട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ഇത് രണ്ടും എന്തിന് എക്സാമ്പിൾസ് ആണ്, നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസിന് എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത് എന്തിനെ കുറിച്ചായിരുന്നു, നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ടെണ്ണം പറഞ്ഞു, ഇൻകംപ്ലീറ്റ് ഡോമിനൻസും പറഞ്ഞു, അതുപോലെ കോ ഡോമിനൻസും പറഞ്ഞു അല്ലെ. ലോ ഓഫ് ഡോമിനൻസിന് അഗൈൻസ്റ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ എക്സെപ്ഷൻസ് ആയിട്ട് വരുന്നവയാണ്. അപ്പോൾ ബാക്കിയുള്ള നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എല്ലാം ഉണ്ട് ഞങ്ങളുടെ ആപ്പിൽ. അപ്പോൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമ്മൾ പറഞ്ഞതിനെ കുറിച്ചൊക്കെ ആയിരുന്നു. ഇൻകംപ്ലീറ്റ് ഡോമിനൻസും കോ ഡോമിനൻസും രണ്ടും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗവുമായിട്ട് കാണാം. താങ്ക് യു.